ബിനുകുമാറാണ് ചടയമംഗലത്ത് നിന്നാണ്. ശ്രീ ബിനുകുമാർ, താങ്കൾ എങ്ങനെയാണ് സമസ്തയുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളെ കാണുന്നത്? സാറേ, ഈ ഒരു 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ മലപ്പുറം ഡിവൈഡിങ് ചർച്ചയിൽ സാറിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഒരു വിലപേശലാണോ എന്നറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് സാറിപ്പം ഈ വിദ്യാഭ്യാസമായ സ്കൂളിന്റെ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ടിപ്പോ സാറിന്റെ ഹെഡിങ് തന്നെ ഇത് വിലപേശലാണോ എന്നുള്ളൊരു ചോദ്യമാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോ സാർ പറഞ്ഞ കണക്ക് തന്നെ ഇലക്ഷൻ സമയത്ത് ഇതൊരു വിലപേശൽ തന്നെയാണ്. ഇത് ഏത് മുന്നണി വാഗ്ദാനം ചെയ്യുന്നു അവരിലേക്ക് ഞങ്ങളെ വോട്ട് അവരുടെ ചിഹ്നത്തിലേക്ക് തരും എന്ന് പറയാതെ പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഭീകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓരോ മതസംഘടനകളും നമ്മുടെ ഭരണത്തെയും രാഷ്ട്രീയ രംഗത്തെ ആ ഒരു ഇതിലേക്ക് നുഴഞ്ഞു കയറി അവർക്കുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ചകൾ പോയി കഴിയുമ്പോഴത്തേക്ക് മറുഭാഗത്തുള്ള ഏകീകരണം, അതായത് മറുഭാഗത്തുള്ള മതസംഘടനകളുടെ ഏകീകരണം ഫലത്തില് BJPക്ക് അനുകൂലമായി വരികയാണ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സമസ്ത BJPയുടെ ഫാക്ടം ബോസാന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കേരളത്തിൽ എന്താണ് സമസ്ത BJPയുടെ ഫാക്ടം ബോസാ സാറേ? വളമാണ്, വളം. അങ്ങനെ സംസ്ഥയുടെ മുൻകാല നിലപാടുകളിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സംഘടനയല്ല. സംസ്ഥ പല ഘട്ടത്തിലും നിർണായക ഘട്ടത്തിലൊക്കെ പരിപക്വമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ്. അത്തരം മതേതര വിഷയങ്ങളിൽ, പക്ഷേ യാഥാസ്ഥിക വിഷയങ്ങളിൽ അങ്ങനെയല്ല. യാഥാസ്ഥിക നിലപാടുകൾ പലപ്പോഴും ഉള്ള സംഘടനയാണ്. ഞാൻ അത് പറഞ്ഞതല്ല. പക്ഷേ വർഗീയ വിഷയങ്ങൾ വരുമ്പോൾ അവർ മതേതര നിലപാട് പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെ സാറേ ഞാൻ പറഞ്ഞത്. ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് താങ്കൾ പറഞ്ഞത് ചൂണ്ടിക്കാണിക്കാവുന്ന വിഷയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ കൊണ്ടുവന്നത് സ്വാഭാവികമായും ഗുണം ചെയ്യുക. ഇത്തരം ഒരു വാദം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ മറുഭാഗത്ത് അത് ചൂണ്ടിക്കാട്ടി അതിനെ വോട്ടാക്കി മാറ്റാനും ശക്തിയാക്കി മാറ്റാനും ഒക്കെ ശ്രമിക്കുക സ്വാഭാവികമായും ഹിന്ദുത്വ വർഗീയ ശക്തികളാവും. അത് സത്യമാണ്. അങ്ങനെ വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കുന്നതിന്റെ കാരണം, അതിന്റെ വളം എന്ന് പറയുന്നത് ഈ സമയത്ത് സമസ്ത ഈ ബുദ്ധിമോശം കാണിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പ്രധാനം തന്നെയാണ്. ആത്യന്തികമായ ഇതിന് ഗുണമുണ്ടാകുന്ന ആർക്ക് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം താങ്കൾ പറയുന്നതിനോട് അടുത്ത് നിൽക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമോശമായിട്ട് എനിക്ക് തോന്നുള്ളൂ സംസ്ഥയുടെ ഈ ആവശ്യം വേണമെങ്കിൽ ഭരണം വന്നതിന് ശേഷം വേണമെങ്കിൽ ഉന്നയിക്കുക എന്തെങ്കിലും, അല്ലെങ്കിൽ അതിനു മുമ്പ് രഹസ്യമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു. ശരി, പുതിയ കാലത്ത് അങ്ങനെ ഓരോ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ വിഷയത്തിൻ്റെ മെറിറ്റിനപ്പുറം അതിൻ്റെ ഏതെല്ലാം ഡയമെൻഷനിലേക്ക് പോകും എന്നതൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടിയാണ് ഈ സംസ്ഥയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് ഈ സംസ്ഥയുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ആവശ്യത്തെ, ഈ വിഷയം ചർച്ചയാക്കാനുള്ള നീക്കത്തെ കാണുന്നത്?